നമസ്കാരം. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഈ ഭാര്യയും ഭർത്താവും വളരെ ചെറുപ്പമാണ്. ഇപ്പോൾ കുട്ടികൾ തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, 1, 2, 3 വയസ്സിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അച്ഛൻ ഈ ഭർത്താവ് ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി. പണ്ടത്തെ രീതി അനുസരിച്ച് സ്വത്തിൻ്റെ ഒരു പങ്ക് മാത്രമാണ് പെൺകുട്ടിക്ക് കിട്ടുന്നത്. അത് സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ ആഭരണമായിട്ടോ കൊടുത്തയച്ചാൽ പിന്നെ വസ്തുക്കൾക്ക് വകകൾക്കൊന്നും പിന്നെ അവകാശത്തിന് പെൺകുട്ടി വരാറില്ല. കൊടുത്താലായി ഇല്ലെങ്കിലായി, അങ്ങനെ വലിയ നിയമ പിൻബലമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ അച്ഛനുണ്ടാക്കിയ സ്വത്ത് മുഴുവനും ഭൂരിഭാഗവും ഈ ആൺകുട്ടിക്കെന്നൊരു വെപ്പുണ്ട്. അപ്പം എല്ലാവരും പറയടാ, നീ വലിയ ഭാഗ്യവാനാണ്, അച്ഛനുണ്ടാക്കി വെച്ച ഈ സ്വത്ത് മുഴുവൻ നിനക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ആ വീടും വസ്തുവകകളും എല്ലാം ഇവനാണല്ലോ. അപ്പോൾ ഈ സഹോദരങ്ങൾ തമ്മിൽ വളരെ സന്തോഷത്തോടെ കളിച്ചിരിച്ച് വളർന്നു. 16 വർഷം കഴിഞ്ഞ സമയത്ത് ആ വീട്ടിലേക്ക് മറ്റൊരു ആൺകുട്ടി വന്നു. അതായത് ഈ അമ്മ വീണ്ടും ഗർഭം ധരിച്ചു. ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചതായിരിക്കും മറ്റൊരു കുട്ടിയെ, അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് സംഭവിച്ചതായിരിക്കും. എന്തായാലും ആ വീട്ടിലേക്ക് ഒരു ആൺകുട്ടി വന്നു. അതുവരെ ആ വീട്ടിൻ്റെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തിന് വലിയൊരു പ്രശ്നമായിരുന്നു ഈ ആൺകുട്ടിയുടെ വരവെന്ന് പറയുന്നത്. ഈ മൂത്ത ആൺകുട്ടിയോട് ആരോ ബന്ധുക്കാർ പറഞ്ഞു കൊടുത്തു, നീ എന്തിനാടാ ഇനിയും സന്തോഷിക്കുന്നത്, നിനക്ക് അവകാശപ്പെട്ട സ്വത്തെല്ലാം ഇനിയും ഇവനോട് വീതിച്ചു പോകില്ല, അതിൻ്റെ ഒരു പങ്കല്ലേ നിനക്ക് കിട്ടത്തുള്ളൂ എന്ന് ആരോ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ മൂത്ത കുട്ടിക്ക്, ഈ ജ്യേഷ്ഠൻ, ഈ അനിയനോട് വല്ലാത്ത ദേഷ്യമാണ്. കിട്ടിയ അവസരങ്ങൾ മുഴുവൻ ഇവനെ ഉപദ്രവിക്കും, ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഇയാൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇയാളെ കുട്ടി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വളർച്ച വല്ലാത്തൊരു ഒരു ശ്വാസമുട്ടലായിരുന്നു ഇവൻ പറയും. കാരണം ഇവൻ്റെ ഓരോ നിമിഷങ്ങളും ഒരു നിഴല് പോലെ ഈ അനിയനെ ഇല്ലാതാക്കാനായിട്ട്, അവനെ വേദനിപ്പിക്കാൻ, അവനെ തകർക്കാനായിട്ട് ഈ ജ്യേഷ്ഠൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനും അമ്മയ്ക്കും ചെറുപ്പമല്ല, അവർ പ്രായമായി വരുന്ന അവസ്ഥയിലാണ് ഈ ഇളയ കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വളർന്നത്. അപ്പോൾ ഒരിക്കലും ഇയാൾ എന്നോട് സംസാരിച്ചു, ജീവിതത്തിൽ ഞാൻ പറയുന്നത് 2 കുട്ടികൾക്ക് ജന്മം കൊടുക്കുക എന്ന് മാത്രമല്ല, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള മനസ്സിൻ്റെ ഒരു അടുപ്പം കൂടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ലോകത്ത് നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വാങ്ങാൻ പറ്റാത്തൊരു ബന്ധമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത്. അത് പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട്, നമുക്ക് ലോകത്ത് എന്തും വാങ്ങാൻ പറ്റും, പക്ഷേ ഒരു സഹോദരനെയോ സഹോദരിയോ നമുക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം അത് വളരെ അമൂല്യമായിട്ട് ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ ഒരു വളരെ വിലമതിപ്പുള്ള ഒരു ബന്ധമാണ് സഹോദര ബന്ധം എന്ന് പറയുന്നത്. വഴക്കുണ്ടാകും, പ്രശ്നം കുട്ടികൾ തമ്മിലുണ്ടാകും, പക്ഷേ ആ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ജീവിതകാലം മുഴുവൻ വളർത്താതെ ഇവരെ ഷെയർ ചെയ്ത് ജീവിക്കാനുള്ള, ജീവിതത്തിൻ്റെ പാഠങ്ങൾ രണ്ടുപേർക്കും പഠിപ്പിക്കാനുള്ള ഒരു അവസരം മാതാപിതാക്കളെ ചെയ്തു കൊടുക്കണം. പിന്നെ അയാളെ കൂട്ടിച്ചേർത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കുട്ടി ഉള്ളെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസോ വസ്തുവകകളോ അല്ലെങ്കിൽ മറ്റ് കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല, ഒരു സഹോദരനെയോ സഹോദരിയോ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ പുറത്തെങ്ങും കിട്ടാത്ത അത്ര ഒരു ബന്ധമാണ് ഒരു സഹോദരനും സഹോദരിയും തമ്മിലുണ്ടാകുക. ആ കുടുംബത്തിനുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്താണ് ഇവർ വളരുന്നത്. കാലം കഴിഞ്ഞ് ഈ 2 കുട്ടികൾ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോയാലും എപ്പോഴെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം ഇവരുടെ ഒരു ലെഗസി നിലനിർത്താനും ഇവരുടെ ഓർമ്മ പുതുക്കാനും ഒക്കെ ഈ സഹോദരനും സഹോദരിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ലോകത്ത്, ആധുനിക ലോകത്ത് പലരും ഒരു കുട്ടിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പഠിപ്പിക്കാനുള്ള ചിലവ്, വളർത്താനുള്ള ചിലവ് എല്ലാം കണക്കിലെടുത്ത് ഒരു കുട്ടി മതി എന്ന് പലരും ചിന്തിക്കുന്നതായിട്ട് കരുതുന്നു. കുട്ടികളെ വേണ്ടാതെ ചിന്തിക്കുന്നൊരു ലോകമാണ്. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് വളരുമ്പോൾ അവനെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഒരിക്കലും മാതാപിതാക്കളോടൊപ്പം പറ്റില്ല. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ രാത്രിയായാലും പകലായാലും അവനൊപ്പം ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ആ ഏകാന്തത ഉണ്ടാകില്ല, ജീവിതം വളരെ സന്തോഷകരമായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കുട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് പേരൻസിൻ്റെ ഒരു മനോഭാവം വലിയൊരു ഘടകമാണ്. 2 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ സ്നേഹത്തോട് വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ സ്വത്തല്ല, അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സഹോദരനും സഹോദരിയും എന്ന് പറയുന്ന പകരം വയ്ക്കാനാവാത്ത ഒരു റിലേഷൻഷിപ്പാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. മിക്ക വീടുകളും നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ സഹോദരിയെ മനസ്സിലാവില്ല, സഹോദരന് മറ്റ് സഹോദരനെ മനസ്സിലാവില്ല, സ്വത്തിൻ്റെയും മറ്റിൻ്റെയും കാര്യത്തിൽ പരസ്പര ബന്ധം പോലും ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒന്നും മനസ്സിലാക്കുക, നമ്മൾ ഒറ്റയ്ക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും, പക്ഷേ കൂടുതൽ കൂട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരുമിച്ച് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് പിന്നീട് വരും തലമുറ ഏറ്റവും നന്നായി ജീവിക്കാനായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരനും സഹോദരി എന്ന് പറയുന്ന ബന്ധം ഈ ലോകത്ത് എവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതല്ല, ഇത് അമൂല്യമായ ഒരു രത്നമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.